പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്ത് ഏബിളാണവൻ, എന്ത് ഏബിളാണവൾ, എന്തൊരു കഴിവാണ്. ഒന്നിനും കൊള്ളില്ല അവനെ കൊണ്ട്, ഒന്നിനും കൊള്ളില്ല അവളെ കൊണ്ട്. ഇങ്ങനെ രണ്ട് എക്സ്ട്രീമിൽ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചു കൂട്ടുകാരെ, നമ്മൾ സെൽഫ് കോൺഫിഡൻസിനെ എങ്ങനെ വളർത്താം, ഉയർത്താം, പരിപോഷിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 14ാമത്തെ ക്ലാസ്സാണ്. നമ്മുടെ എബിലിറ്റീസിനെ, സ്കിൽസിനെ, സ്ട്രെങ്ത്തിനെ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കുട്ടി ജനിച്ചാൽ നമ്മളെപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്. ആദ്യം അവനെ നഴ്സറി ക്ലാസ്സിൽ അയക്കും, അവൻ പഠിച്ചു തുടങ്ങുന്നു. കൊച്ചു കൊച്ചു സ്കിൽസ്, എബിലിറ്റീസ്, സ്ട്രെങ്ത്ത്. പിന്നെ അവനെ സ്കൂളിൽ ചേർക്കുന്നു, അവൻ പഠനം തുടരുന്നു, പുതിയ പുതിയ മേഖലകൾ അവൻ മനസ്സിലാക്കി വരുന്നു. അവൻ വീണ്ടും അവൻ്റെ പഠനം കോളേജിലും തുടരുന്നു, ഹയർ സ്റ്റഡീസിലും തുടരുന്നു. ഈ കണ്ടിന്യൂവിറ്റി, ഈ തുടർച്ച നമ്മുടെ ജീവിതത്തിൽ എല്ലാം ആവശ്യമാണ്. ദൈവാനുഗ്രഹത്താൽ 10 വർഷം ഞാൻ ഇറ്റലിയിലുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ട്രെയിൻ യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ 2018 ഞാൻ ഇറ്റലിയിൽ നിന്ന് തിരിച്ചു വരുന്നത്. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത്, ട്രെയിനിൽ ഇറ്റാലിയൻസും മറ്റ് സ്ഥലങ്ങളിലുള്ളവരൊക്കെ എപ്പോഴും അവർ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും. ഒരു 100 പേരെടുത്താൽ ഒരു 80 പേരെങ്കിലും ഈ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രായമായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഇതാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പ്രായം കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറയണേ. ബ്രെയിനിന് പ്രായം വയ്ക്കില്ല നമ്മൾ ബ്രെയിൻ തലച്ചോറ് ഉപയോഗിക്കുന്നിടത്തോളം കാലം. ഇതാണ് നമ്മളും മോഡലായിട്ട് സ്വീകരിക്കേണ്ടത്. നമുക്ക് പുതിയ പുതിയ അറിവുകളൊക്കെ ലഭിക്കണം. തീർച്ചയായിട്ടും മൊബൈൽ യൂസേജ്, ഇഫ് ഇറ്റ് യൂസസ് ഇൻ എ റൈറ്റ് വേ, ശരിയായ വിധത്തിൽ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഇൻ്റർനെറ്റൊക്കെ ഇന്ന് വാസ്റ്റ് നോളജാണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് വെറുതെ, ഇപ്പം ജെമിനി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർനെറ്റിൻ്റെ ഒരു മേഖലയാണ്. വെറുതെ ഒരു ചോദ്യം ചോദിച്ചാൽ മതി, ഒരു 100,000 ഉത്തരങ്ങൾ. ഇപ്പം ഇൻ്റർനെറ്റൊക്കെ വാസ്റ്റ് നോളജാണ്. വി ഹാവ് ടു യൂസ് ഇറ്റ്. നമ്മളത് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾക്ക് ഇന്ന് ലോകത്തിൽ മറ്റ് കുറേ കാലം മുൻപൊക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലൈബ്രറി പോകണം, ആ പ്രത്യേക സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന വിഭാഗത്തിൽ ചെല്ലണം, ആ പ്രത്യേക ബുക്ക് എടുക്കണം, മണിക്കൂറുകളോളം അതിൻ്റെ പിറകിൽ ചിലവഴിക്കണം, നോട്ട്സ് എടുക്കണം. പിന്നെ കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നെങ്കിൽ പ്രിൻ്റ് ഇത് കണ്ടെത്തണം. എന്തുമാത്രം ബുദ്ധിമുട്ടുകളായിരുന്നു. ഇന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇന്ന് വോയിസ് ഇട്ട് കൊടുത്താൽ പോലും അത് എഴുതി തരുന്ന സിസ്റ്റംസ് വരെയായി. ഇത്രയ്ക്കും അറിവിൻ്റെ ഒരു മേഖല ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരാവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അറിവ് വേണം. അപ്പോൾ 10 വർഷം മുൻപ് എൻ്റെ അവസ്ഥയും ഇന്നത്തെ എൻ്റെ അവസ്ഥയും വെച്ച് നോക്കിയാൽ ഒരു വ്യത്യാസവും ഇല്ല. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവും ഒന്നും ഞാൻ നേടിയിട്ടില്ലെങ്കിൽ ഞാൻ 10 വർഷത്തിന് മുമ്പുള്ള ഒരു വ്യക്തിയല്ലേ? ഇതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് വളരാനായിട്ട് സാധിക്കണം. വെറുമൊരു ഡ്രൈവറായിട്ടിരുന്ന ഞാൻ വെറുമൊരു ഡ്രൈവറായിട്ട് തന്നെ, അല്ലെങ്കിൽ വെറുമൊരു പാട്ടുകാരനായിട്ടിരുന്ന ഞാൻ വെറുമൊരു പാട്ടുകാരനായിട്ട് തന്നെ, അല്ലെങ്കിൽ വെറുമൊരു തൊഴിലാളിയായിരുന്നിരുന്ന ഞാൻ ആ തൊഴിലാളിയായിട്ട് തന്നെ നമ്മളുടെ ജീവിതം അങ്ങോട്ട് തീർക്കുകയാണെങ്കിൽ, മറിച്ച് നമ്മളുടെ ജോലിയോടൊപ്പം തന്നെ പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ മേഖലകൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരില്ലേ, അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണ്? യാത്ര ചെയ്യുന്തോറും പുതിയ പുതിയ അറിവുകൾ നേടുവാനായിട്ടാണ്.
ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ലാംഗ്വേജ് പഠിക്കുന്നില്ലേ? ജർമ്മൻ പഠിക്കുന്നവരുണ്ട്, ഇംഗ്ലീഷിൽ അവഗാഢമായിട്ടുള്ള ജ്ഞാനം നേടുന്നവരുണ്ട്, ഹിന്ദി പഠിക്കുന്നവരുണ്ട്. കാരണം ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. തമിഴ് പഠിക്കുന്നവരുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഇൻ്റർനാഷണൽ ഭാഷയാണ്, ഹിന്ദി അതുപോലെ. അപ്പോൾ നമുക്ക് അനുദിന ജീവിതത്തിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മളുടെ എബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് ബോധവാനായിട്ട് തീരുവാനായിട്ട് സാധിക്കുക. അപ്പോൾ യൂസ് അവർ എബിലിറ്റീസ്, സ്കിൽസ് ആൻഡ് ടാലൻസ് എന്നുള്ള ഈ തലക്കെട്ടോടെ നമ്മൾ ഇന്നത്തെ ദിവസം ക്ലാസ് നടത്തുമ്പോൾ നമ്മുടെ എബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് വല്ല ബോധ്യമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, എനിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, എനിക്ക് എന്തെല്ലാം എൻ്റെ സ്ട്രെങ്ത്തുകളുണ്ട്, ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കാറുണ്ടോ? നമ്മൾ ആദ്യത്തെ ക്ലാസ് തുടങ്ങിയത് അത് പറഞ്ഞുകൊണ്ടാണ്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല. നമുക്ക് നമ്മളെക്കുറിച്ച്, നമുക്കുള്ള കഴിവുകളെക്കുറിച്ചും ബോധ്യങ്ങളെക്കുറിച്ചൊന്നും അറിവില്ല. ഏറ്റവും വലിയ മനുഷ്യരും അല്ലേ അവരുടെ അറിവിൻ്റെ ഒരു പ്രസ്തുത, അതായത് വളരെ ചുരുങ്ങിയ ആ ഭാഗം മാത്രമേ ബ്രെയിനിൽ നിന്നും ഉപയോഗിച്ചിട്ടുള്ളൂ എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ അറിവിൻ്റെ, കഴിവിൻ്റെ ഒരു സമാഹാരം തന്നെയാണ്. ആ മേഖലകളെ നമുക്കൊന്ന് കണ്ടെത്താനായിട്ട് സാധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്? പാട്ട് പാടാൻ സാധിക്കും, എനിക്ക് ഡാൻസ് കളിക്കാനായിട്ട് സാധിക്കും, എനിക്ക് കമ്പ്യൂട്ടർ മേഖലയിൽ പ്രക്ഷോഭിക്കാനായിട്ട് സാധിക്കുമോ, എനിക്ക് ഏതെങ്കിലും ടെക്നീഷ്യനാകാനായിട്ട് സാധിക്കുമോ, എനിക്ക് പ്രൊഫസറാകാനാണോ, അതോ ലോയറാകാനാണോ, അതോ ഡോക്ടറാകാനാണോ? ഞാൻ എപ്പോഴും ചോദിക്കും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന്. ആർമി, ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർമിയിൽ ചേരാനാണ് എല്ലാവർക്കും ആഗ്രഹം. പോലീസുകാരനാകാനായിട്ട്, ലോയറാകാനായിട്ട്, ഡോക്ടറാകാനായിട്ട്, കുറേ പേരെങ്കിലും ഡോക്ടറാകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇനി ചില കുട്ടികളൊക്കെ ശാസ്ത്രജ്ഞന്മാരാകണം എന്ന് പറയും, സയൻറ്റിസ്റ്റ് ആകണം. നല്ല ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളെ മാതാപിതാക്കളും സാഹചര്യങ്ങളും അധ്യാപകരും പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അവർക്ക് ആ മേഖലയിൽ ഉയർന്നു വരുവാനായിട്ട് സാധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രോത്സാഹനങ്ങൾ ലഭിച്ചാൽ മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന് അവരെന്ത് ചെയ്യും? ബെസ്റ്റ് പെർഫോമറായിട്ട് തീരും. ബെസ്റ്റ് പെർഫോമർ ബെസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ കഴിവുകളെ അത് യഥാവിധം യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നമുക്ക് പുരോഗതിയും വളർച്ചയും ഉണ്ടാകാനായിട്ട് സാധിക്കുക. നമ്മളെ നോക്കിയും മറ്റുള്ളവർ പറയണം, എന്തൊരു ഏബിളാണ്, എന്തൊരു കഴിവാണ് അവർക്ക്. എൻ്റെ അടുത്തൊക്കെ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിരിക്കാറുണ്ട്. ചില സ്ത്രീകളൊക്കെ വന്ന് എല്ലാം അവർ ചെയ്യുന്നത് പോലെ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷന്മാരൊക്കെ. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഭാര്യയില്ലേ, നിങ്ങൾക്ക് ഭർത്താവില്ലേ? അദ്ദേഹത്തിൻ്റെ ഒന്നിനും കൊള്ളൂല അച്ഛാ, അദ്ദേഹത്തിന് ഒന്നും കൊള്ളൂല്ല. ഇതൊരു പഴമ്പാട്ട് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം ഞാനാണ് ചെയ്യണേ. അപ്പോൾ അതെനിക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അദ്ദേഹത്തെ കൊണ്ട് ഒരു ഗുണവുമില്ല. എല്ലാം എൻ്റെ കുടുംബത്തിലെ ഉള്ളവരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എണ്ണമിട്ട് ചോദിക്കാറുണ്ട്, ഈ മക്കളുടെ വിദ്യാഭ്യാസം, ഈ മക്കളുടെ വളർച്ച, ഈ മക്കളുടെ ഉയർച്ച ഇദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ലേ? അപ്പോൾ അവർ മിണ്ടാതിരിക്കും. അതാണ്, ബോധ്യങ്ങളില്ലാത്തതാണ്. നമ്മൾക്കുണ്ടാകേണ്ടതും അവയർനെസ്സാണ്. എൻ്റെ കഴിവ്, എൻ്റെ ഭർത്താവിൻ്റെ കഴിവ്, എൻ്റെ ഭാര്യയുടെ കഴിവുകൾ, എൻ്റെ മക്കളുടെ കഴിവുകൾ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം, ഷെയർ ചെയ്യാനായിട്ട് സാധിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, നമുക്കെല്ലാ അവയവങ്ങളും ഒരേപോലെ പ്രാധാന്യമുള്ളവരാണ്. ഞാൻ കാലായതുകൊണ്ട് കൈയോട് പറയുകയാണ് എനിക്കിതിന് ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ ചെവിയായതുകൊണ്ട് കണ്ണുകളോട് പറയുകയാണ് എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കൈക്ക് കാലാകാനാകുമോ? കണ്ണുകൾക്ക് ചെവിയാകാനാകുമോ? ചെവികൾക്ക് ശ്വസിക്കുന്ന മൂക്കാകാനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ ത്വക്കായിട്ട് ആകാനായിട്ട് സാധിക്കുമോ? അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ അവയവങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്.
അദ്ദേഹം ഇത് പറയുന്നതിൻ്റെ പിന്നിലുള്ളൊരു യാഥാർത്ഥ്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ആവശ്യമാണ്. ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, സാഹചര്യങ്ങൾ. അപ്പോൾ ഓരോരുത്തരും അവരുടെ എബിലിറ്റീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരിക്കൽ ഞാനൊരു ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ ധ്യാനം നടത്തിയ ആ സ്ത്രീ പറയുകയായിരുന്നു, ഇന്ന് നമുക്ക് നല്ല മന്ത്രിമാരില്ലാത്തത്, നല്ല രാഷ്ട്രീയ നേതാക്കളില്ലാതെ ആയിപ്പോയത് ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപാട് അബോർഷനൊക്കെ നടന്നിട്ടുണ്ടാകാം. നല്ലതായിട്ട് നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഇല്ലാതായി പോയിട്ടുണ്ടാകാം. ആരെയും എതിർക്കാനോ വിമർശിക്കാനോ അല്ല, ഞാനൊരു ചിന്ത ഇട്ട് തരികയാണ്. അപ്പം നമുക്കെല്ലാവരും ആവശ്യമാണ്. ഓരോരുത്തരുടെയും എബിലിറ്റീസ്, ഇപ്പം നമ്മുടെ ഒരു 100 പേര് എടുത്താൽ ആ 100 പേര് തങ്ങളുടെ എബിലിറ്റീസ് ആൻഡ് സ്കിൽസ് ആൻഡ് സ്ട്രെങ്ത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് വിടവുകൾ നികത്താനായിട്ട് സാധിക്കും. ആ ധ്യാനം നടത്തിയ ആ സഹോദരി അങ്ങനെ പറഞ്ഞു, ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിടവുകൾ, അതായത് ജ്ഞാനത്തിൻ്റെ കുറവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിവുകളുടെ കുറവുണ്ടെങ്കിൽ, നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾക്കുടെ ഉള്ളിൽ തന്നെയുള്ള കഴിവുകളെ നമ്മൾ യഥാവിധം ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ വിടവുകളൊക്കെ അല്ലാതെ തന്നെ നികത്തുവാനായിട്ട് സാധിക്കുമായിരുന്നില്ലേ? ഇതൊക്കെ നമുക്ക് വലിയ ചിന്തകളാണ്. അതുകൊണ്ട് നമ്മളുടെ കഴിവുകളെ യഥാവിധി ഉപയോഗിക്കുന്ന വ്യക്തികളായിട്ട് സർവോപരി നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഏത് മേഖലയിലാണ് എനിക്ക് പ്രകടിപ്പിക്കാനായിട്ട് എൻ്റെ കഴിവുകളെ സാധിക്കുക, എനിക്ക് ഷൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ കഴിവുകളെ യഥാവിധി ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ശക്തമാക്കുവാനായിട്ട്, വിജയങ്ങളിൽ നിന്ന് സക്സസ് ആണല്ലോ സെൽഫ് കോൺഫിഡൻസിൻ്റെ മാനദണ്ഡം. ഇപ്പം നമ്മുടെ സ്കിൽസ്, നമ്മുടെ എബിലിറ്റീസ്, നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ സെൽഫ് കോൺഫിഡൻസും ഇൻ്റർ റിലേറ്റഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്ന് മറ്റൊന്നിനോട് യോജിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നില്ലാതെ മറ്റൊന്നില്ല. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ കഴിവുകൾ, നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ ശക്തികൾ എല്ലാം നമുക്ക് മനസ്സിലാക്കി യഥാവിധി ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ഈ ക്ലാസ്സുകൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് നടത്തുന്ന ക്ലാസ്സുകൾ കേൾക്കണം, പലാവർത്തി കേൾക്കണം, അഭിപ്രായങ്ങളൊക്കെ എഴുതണം. നമുക്ക് കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ കൊച്ചു ത്രേസ്യ സെൻറ്റർ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.